ഇതാണ് കൂട്ടുകാരെ ആലുവണ്ട. പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ പറയാട്ടോ. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ചോറിന്റെ കൂടെയോ ചപ്പാത്തിന്റെ കൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനിയിപ്പോൾ ഇതൊന്നുമില്ലെങ്കിൽ വെറുതെ കഴിക്കാനും രുചിയാട്ടോ. എന്നാൽ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓള് തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയൊന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിൽ കണ്ടു നോക്കാം. ഇതുണ്ടാക്കാനായി ആദ്യമേ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്നങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റി ഒന്ന് ട്രാൻസ്പെറന്റ് ആവുന്നതുവരെയും വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് കളർ ഒന്നും മാറ്റിയെടുക്കണ്ട. അല്ലേലും ഈ സവാള വഴറ്റുന്നത് ഒരു കഷ്ടപ്പെട്ട പണി തന്നെയാണ്. അപ്പം ഇതൊന്ന് വഴറ്റിയെടുത്ത് ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയാൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ചെറുതായിട്ട് അരിഞ്ഞതില്ലെങ്കിൽ ചതച്ചോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് അതിന്റെ പച്ചമണം ഒന്ന് മാറുന്നവരെയും അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടു കേട്ടോ. അതാണ്ട് ഇപ്പോൾ ഇതിന്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ഭാഗം എടുത്താൽ മതിയാവും. അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് അതും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം, അതുവരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും അങ്ങ് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയായി കിട്ടും. ഒരു മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. കഴിഞ്ഞ 1-2 വീഡിയോയിലായി ചിലരൊക്കെ കമന്റ് ഇടുന്നുണ്ട്, ഇടയ്ക്ക് എന്താ ഒരു ടോ എന്ന്. അത് ഇടയ്ക്ക് അങ്ങനെ വന്നു പോന്നേ കേട്ടോ, അല്ല വന്നു പോകുന്നതാണ്. അപ്പൊ നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. അപ്പൊ നമ്മുടെ പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം പൊട്ടറ്റോ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് അങ്ങ് ഈ മസാലയായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് അങ്ങ് വഴറ്റി അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ അങ്ങ് മിക്സ് ആക്കിയതിനു ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെയും ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പൊ അതിന്റെ പാകത്തിന് ഉപ്പും 1 പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കിയതിനു ശേഷം ഇനി നമുക്കിത് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇന്ന് അടച്ചു വെച്ച് വേവിച്ചാലും ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൊണ്ടൊക്കെ ഈ പൊട്ടറ്റോ അങ്ങ് വെന്ത് കിട്ടും. ഇപ്പൊ ഒരു 3 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ടതാണ്. ആ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ആയിട്ട് ഒരു ഐറ്റം കൂടെ ഉണ്ട്. അതും കൂടെ നമുക്കങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്തതാണ്. അത് ഇതിന്റെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് വീണ്ടും അത് നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി എടുത്ത് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആട്ടോ. എല്ലാവർക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാട്ടോ. ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ. അപ്പൊ ഇത് ഇതുപോലെ നല്ലപോലെ അങ്ങോട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ ഇത് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുവരെയൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള മല്ലിയിലയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും, ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാട്ടോ. പക്ഷെ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ, നല്ലൊരു മണമൊക്കെ അങ്ങോട്ട് വന്നു തുടങ്ങും. ഇതും കൂടെ ചേർത്ത് നല്ലപോലെ വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ ആലുവണ്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം.